ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഈ ഒരു ഓഡ് ടൈമിങ്ങിൽ ഇടുന്നത് ഈ ഒരു കാര്യം ഇന്നത്തെ ഒരു നല്ല ദിവസം തന്നെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എടുക്കുന്നതും സംസാരിക്കുന്നതും. സോ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ആൻഡ് അതിനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിന് മുമ്പ് ഞാൻ ഇന്ന് കുറച്ചധികം സെലിബ്രിറ്റീസും അല്ല അങ്ങനത്തെ നമ്മുടെ നാട്ടിലുള്ളവർ ഷെയർ ചെയ്തൊരു റീല് കാണിക്കുന്നില്ല, ഞാൻ വായിക്കാവേ. ഇങ്ങനത്തെ ഷീ ഡ്രീംസ് എന്നൊക്കെ ഉള്ളതാണ്. ഓബ്വിയസ്ലി വുമണിനുള്ള ഡെഡിക്കേഷൻ ആണ്. അതിൽ 4 പേരെയാണ് കൂടുതൽ അവർ ടാഗ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സോയ അഗർവാൾ. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ക്യാപ്റ്റൻ ടു ഫ്ലൈ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ഓർ സംതിങ് ഇൻ ദ നോർത്ത് പോൾ. സെക്കൻഡ് വൺ ഒരു ഇന്ത്യൻ ജിംനസ്റ്റ് ആണ്. തേർഡ് വൺ ദിവ്യ ദേശ്മുഖ് എന്ന് പറയുന്ന ഒളിമ്പ്യാഡിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്ത ഒരു ചെസ് പ്ലെയർ ആണ്. പിന്നെ പ്രേരണ എന്ന് പറയുന്ന ഒരു മാഡം, ഷീസ് എ ഫസ്റ്റ് നേവൽ കമാൻഡർ. സോ ഇവർക്ക് 4 പേർക്ക് അൺസങ് ഹീറോസ് എന്ന് പറയുന്നത്. പിന്നെ അവാനി ലേക്കറ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പാരൊളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയാണ്. സോ അങ്ങനത്തെ കുറച്ച് വിമണിനെ ടാഗ് ചെയ്തിട്ട് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ബീങ് ദ അൺസങ് ഹീറോയിൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിമൻസ് ഡേക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്, വിച്ച് ഇസ് ട്രൂലി അപ്രീഷിയേറ്റഡ് ബിക്കോസ് വി ഓൾ നോ ഹൗ ഹാർഡ് ദ ജേർണി വുഡ് ഹാവ് ബീൻ ഫോർ ദം. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആയിട്ട് ഐ മൈറ്റ് കം അക്രോസ് ലൈക്ക് ദാറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി ഐ എം നോട്ട്. ഈക്വാളിറ്റി എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതൊന്നുമല്ല ടോപ്പിക്ക്. ഐ ട്രൂലി ഫീൽ ഇങ്ങനത്തെ വിമണിന് എല്ലാ അപ്രിസിയേഷൻ വേണമെങ്കിൽ പോലും വളരെ 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 നോർമലായിട്ട് സാധാരണ ഏതൊരു വിമണിനും എന്തെങ്കിലും അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അത് മേ ബി ദ ഫസ്റ്റ് ജോബ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അവരൊരു മീല് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നതൊക്കെ, എന്തെങ്കിലും അവരുടെ രീതിയിൽ അവരൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ട്രൂലി ബിലീവ് ദേ ആർ ഹീറോസ്. കാരണം നമ്മുടെ 10, 50, 100 വർഷം കഴിഞ്ഞാലും ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്ന് പിന്നെ എത്ര വർഷമാണെങ്കിലും നമ്മുടെ പേട്രിയാറ്റിക്കൽ സൊസൈറ്റി, അത് ആർക്കും ഒരു ഡൗട്ടില്ലല്ലോ, നമ്മുടെ സൊസൈറ്റി വാസ് പേട്രിയാറ്റിക്കൽ ആൻഡ് സ്റ്റിൽ ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് പേട്രിയാറ്റിക്കൽ എന്നുള്ളത്. പക്ഷേ അതല്ലാതെ ഇന്നത്തെ കാലത്തും I truly feel if a woman achieves something, even a small thing, it is definitely not been easy for her. അങ്ങനെ ഈസിയായി നിങ്ങൾ വിമൻസ് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഫീൽ ബിക്കോസ് ഇറ്റ്സ് യുവർ പ്രിവിലേജ്. കാരണം ഈവൻ ഇൻ ടുഡേസ് സൊസൈറ്റി വിമണ് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു പേഴ്സണലി അച്ചീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റിൽ വെരി ഹാർഡ്. ഇത് ഫസ്റ്റ്ലി ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം, എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഫാദർ ഒരു ഹീറോ, എനിക്കൊരു പേഴ്സണൽ ഹീറോ ആണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വന്ന് ഗൾഫിൽ പോയി ജോലിയെടുത്ത് വലിയ ആളായിട്ടുണ്ടെങ്കിൽ പോലും നൺ ഓഫ് ദാറ്റ് വുഡ് ഹാവ് ബീൻ അച്ചീവബിൾ ഫോർ ഹിം വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് 2 ലേഡീസ്. അത് ഒന്ന് ഓബ്വിയസ്ലി മൈ മദറാണ്, സെക്കൻഡ്ലി മൈ സിസ്റ്ററാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. കാരണം ഞാൻ അവരായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അമ്മയും ചേച്ചിനെ ഒരുമിച്ച് കിട്ടിയിട്ടില്ല എനിക്കിതുവരെ. സോ ഒരു ഫോർ എക്സാമ്പിൾ, ഓബ്വിയസ്ലി അല്ല, എൻ്റെ അച്ഛന് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഈവൻ ഫ്രം എ യങ് ഏജ്. ബിക്കോസ് ജോലി മാത്രം കുടുംബത്തിന് നന്നായി എന്താ പറയുന്ന ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് ടോട്ടലി ഇഗ്നോർഡ് ഹിസ് ഹെൽത്ത്. ആൻഡ് യങ് ഏജിൽ തൊട്ട് തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പയുടെ 40s തൊട്ട് തന്നെ ഹി സഫേർഡ് ഹെൽത്ത് ഇഷ്യൂസ്. ആൻഡ് അമ്മയായിരുന്നു അതിനൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഞങ്ങൾ കുവൈറ്റിൽ പോയതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ ജോലി ഒക്കെ കുറേ നാളത്തേക്കൊക്കെ പോയിരുന്നു. സോ അറിയാം, നമ്മളെല്ലാവരും ഗൾഫുകാർ ഒരു സാലറി ടു സാലറി ആണ് ജീവിക്കുന്നത്. എസ്പെഷ്യലി അന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻകമൊന്നുമില്ല, വലിയ ജോബൊന്നുമല്ല, ഒരു നോർമൽ അക്കൗണ്ടിങ് ജോബൊക്കെയാണ്. സോ ആ ഒരു ടൈമിലേക്ക് അത്യാവശ്യം 6 or 8 months എങ്ങാണ്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, ആൻഡ് ഷീ വാസ് ഓൾസോ വെരി യങ്. ഞാൻ സ്കൂളിലായിരുന്നു, ചേച്ചിയും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അമ്മയും ചേച്ചിയും കൂടെ ട്യൂഷൻ എടുത്തും അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് രാത്രി ഉച്ച വരെ സ്കൂളിൽ പോകും, വന്ന ഉടനെ തൊട്ട് രാത്രി 11-12 മണി വരെ, രാത്രി 10 മണി വരെ എൻ്റെ ഒരു ഓർമ്മയിൽ ട്യൂഷൻ എടുത്തിട്ട് പിന്നെ 11-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ സെറ്റിൽ ചെയ്തിട്ടാണ് അവർ കിടന്നുറങ്ങി. ആൻഡ് ദിസ് യൂസ് ടു റിപ്പീറ്റ് ലൈക്ക് ദാറ്റ്. എൻ്റെ അമ്മയും ചേച്ചിയും കേട്ടോ, 2 പേരും. ആൻഡ് ഈ ഒരു മൊത്തം ഇൻകം വെച്ചാണ് ഞങ്ങളുടെ കുടുംബം കുറേ നാൾ നടന്നത്, കുവൈറ്റിലൊക്കെ നടന്നത്. സോ അത് അപ്പം തൊട്ട് തന്നെ അന്ന് എനിക്കത് മനസ്സിലാക്കാനൊരു ബുദ്ധിയില്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ടേ ഞാനിത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഓൺലി ഐ കെയിം ടു അപ്രിഷിയേറ്റ് ആ ഒരു, അതും ഗൾഫ് രാജ്യങ്ങളിൽ അന്നത്തെ കാലത്ത് ലേഡീസിന് ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ അത്രയും എളുപ്പമൊന്നും അല്ലായിരുന്നു. സോ അന്നോട്ടെങ്കിൽ കിട്ടിയ ഒരു അപ്രിസിയേഷനാണ്. ആൻഡ് ഇന്നും ഐ ട്രൂലി ഫീൽ ലേഡീസിനൊരു
പ്രൊമോഷൻ ആണെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിലും അതിന് എക്സൽ ചെയ്ത് അല്ലെങ്കിൽ അതൊരു ഡെയിലി ലൈഫായിട്ട് കൊണ്ടുപോകാനായിട്ടും ഭയങ്കര ചലഞ്ചിങ് ആണ്. ബിക്കോസ് ഇന്നും സൊസൈറ്റി എക്സ്പെക്ട് ദം ടു ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി, വിച്ച് ദേ ഡു. ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി, ടേക്ക് കെയർ ഓഫ് ദ ഹസ്ബൻഡ്, ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്. എത്രയൊക്കെ മോഡേൺ സൊസൈറ്റി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സംഭവങ്ങളാണെങ്കിലും അതൊക്കെ ഒരു 0.1% കാണുള്ളൂ. ദാറ്റ് മൈറ്റ് ബി ജസ്റ്റ് ഫോർ ദ റീൽസ്. പക്ഷേ ഇപ്പോഴും ഐ ട്രൂലി ബിലീവ് ഓൾ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ്, ഞാനിപ്പോൾ കേരളത്തിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, കേരള ഹൗസ് ഹോൾഡ്സിൽ ഒരു 99% ലേഡി, 99.99% ലേഡീസാണ്. അവർ കുടുംബകാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, അവരും വർക്ക് ചെയ്യുന്നത്, കുട്ടികളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെ സൊസൈറ്റി ഓൾസോ എക്സ്പെക്ട് ദം ടു ബിഹേവ് ഇൻ എ സർട്ടൻ ലെവൽ. സോ അവർക്ക് ഈവൻ ഇപ്പോൾ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിലും എന്താണെങ്കിലും അവരൊരു ഇതിൽ നിന്നൊരു അവരുടെ ഒരു സൊസൈറ്റിക്കൽ ഔട്ട്ലുക്കിൽ നിന്നും ബ്രേക്ക് ചെയ്ത്, ഇപ്പോൾ ഒരു അൺകൺവെൻഷണൽ ജോബ് ആണെങ്കിലും അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ഡ്രസ്സിങ് ആണെങ്കിലും ദേ ആർ 100% ബീങ് ജഡ്ജ്ഡ്. അത് അവർക്കറിയാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവർ ഡെയിലി എല്ലാ രീതിയിലും അവരുടെ സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ ജഡ്ജ്മെൻറ്റിന് വിധേയരായവരാണ് അവർ. സോ അതും അവരുടെ മനസ്സിലിരുന്നിട്ട് ദേ ആർ ട്രൈങ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. സോ സൊസൈറ്റീസ് ജഡ്ജ്മെൻറ്റ് ഉണ്ട്, ഫാമിലി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ വിട്ടിട്ട് അവരുടെ സ്വന്തം ഡ്രീംസും അവർ അച്ചീവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ഓവർകം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബേസിക്കായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഇറ്റ് ഇസ് ട്രൂലി ഇൻക്രെഡിബിൾ. കാരണം ഇന്നും ഒരു പ്രൊമോഷൻ വേണമെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സിൽ എക്സൽ ചെയ്യണമെങ്കിലും ഫിലിം ഫീൽഡിലാണെങ്കിലും എന്താണെങ്കിലും ഐ ഫീൽ ടോട്ടലി ദ വേൾഡ് ഇസ് അഗെയിൻസ്റ്റ് ദം. അത് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിലും ഐ ട്രൂലി ഫീൽ ഇറ്റ് ഇസ് സ്റ്റിൽ 100% മാൻ ഡോമിനേറ്റഡ് വേൾഡ് ഇൻ ഓൾ ദ ഫീൽഡ്. എല്ലാ ഫീൽഡും, അത് സിനിമ തൊട്ട് ഓഫീസ് കോർപ്പറേറ്റ്സ് തൊട്ട് ബിസിനസ് ആണെങ്കിലും എല്ലാം മാൻ ഡോമിനേറ്റഡ് ഫീൽഡാണ് ഇന്നും. അതിൽ കുറച്ച് പേര് എക്സെപ്ഷണലായി വരുന്നത് അൺബിലീവബിളാണ്. പക്ഷെ അങ്ങനത്തെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ബീന കണ്ണനും അല്ലെങ്കിൽ അതുപോലത്തെ വലിയ വലിയ വുമൺ ഓൺട്രപ്രണേഴ്സും അവരൊക്കെ എക്സെപ്ഷൻസ് ആണ്. എന്തായാലും ഒരു ജോബിൽ ഇപ്പം ഒരാണും പെണ്ണും ആണെങ്കിൽ ഈവൻ ദോ ഇപ്പം നമുക്ക് എത്ര സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാലും അറിയാം, മേ ബി ഈവൻ ഇഫ് ദ വുമൺ പെർഫോംസ് ബെറ്റർ ഇറ്റ് ഈസ് സ്റ്റിൽ ഹാർഡ് ഫോർ ഹർ ടു ഗെറ്റ് എ പ്രൊമോഷൻ ദാൻ എ മാൻ. അതൊക്കെ ഫാക്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും അവർ നോക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ ഏതൊരു വുമൺ, എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മൾ അത് ആരും അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ കൊടുവേ ചെയ്യുന്ന അത് തന്നെയാണ് വുമൻസ് ഡേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു ചെറിയ അച്ചീവ്മെൻ്റ് എങ്കിലും ഏതെങ്കിലും ഒരു വുമൻ്റെ എന്നുണ്ടെങ്കിൽ അത് അവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഹസ്ബൻഡ്സ് ആണെങ്കിലും ആരാണെങ്കിലും അവർ ഒരു മാസത്തെ ഫീസ് അടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ ഒന്നും ചെയ്യുന്നില്ല, വീടിൻ്റെ കാര്യങ്ങൾ തന്നെ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബ് ആണെങ്കിൽ അത് ആൾക്കാർ അക്നോളേജ് ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് ഫീൽ ഇറ്റ്സ് ദ ഡ്യൂട്ടി, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി എ ഫുൾ ടൈം ജോബ്. ഇറ്റ്സ് സപ്പോസ് ടു ബി റിവാർഡഡ് ഓൾസോ എന്നൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ പോട്ടെ. പക്ഷേ അപ്രിസിയേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഫേസ് സോ മച്ച് ഓഫ് ഹേർഡിൽസ് എവ്രിവെയർ. നമ്മൾ കാണുമ്പോൾ അവർ ബെൻസ് കാർ ഓടിച്ചാലും അത് അവിടെ എത്താനായിട്ട്, ഒരു നോർമൽ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാർ ഓടിച്ച് നടക്കുന്ന പെണ്ണാണെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിച്ച് നടക്കുന്നതാണെങ്കിൽ അവിടെ വരെ എത്താനായിട്ട് അവർക്ക് എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിനെ കാട്ടി എക്സൽ ചെയ്യണമെങ്കിൽ ഇനി അവർ ഒരുപാട് കൂടുതൽ സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇൻ ദ സെയിം സിറ്റുവേഷൻ എ മാൻ വിൽ ബി മച്ച് ഈസിയർ. ദാറ്റ്സ് 100% ഫാക്ട്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി തോന്നുന്നത് നമ്മൾ അപ്രിസിയേഷൻ ചെയ്യണം എന്നാണ്. ഈ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും അവർക്ക്, പെൺകുട്ടികൾക്കാണെങ്കിലും എസ്പെഷ്യലി ഫ്രം എ യങ് ഏജ്, പെൺകുട്ടികൾക്കാണെങ്കിലും വൈഫ്സിനാണെങ്കിലും മദേഴ്സിനാണെങ്കിലും സിസ്റ്റേഴ്സിനാണെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ അവർ ചെറിയതായിട്ട് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ജോബ് കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്ന് അവർ ഫുഡ് നമുക്ക് വേണ്ടി സെർവ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് അവർ ചെയ്യണം എന്നല്ല, പക്ഷേ ദാറ്റ്സ് വാട്ട് പീപ്പിൾ എക്സ്പെക്ട് ഓഫ് ദം. ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ബി താങ്ക്ഫുൾ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ദാറ്റ് ദേ ആർ വർക്കിംഗ് സോ ഹാർഡ്. ആൻഡ് ഈവൻ വെൻ എവറിത്തിങ് ഇസ് അഗെയിൻസ്റ്റ് ദം, അത് എന്താണെന്നറിയും, നമ്മളിപ്പോൾ ഈ എവറിത്തിങ് ഇസ് അഗെയിൻസ്റ്റ് ദം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ തോന്നത്തില്ല. ബിക്കോസ് നൗ വി സീ ലോട്ട് ഓഫ് വിമൺ ഗോയിങ് ഫോർ വർക്ക്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിൽ ഇറ്റ്സ് എ ഫാക്ട്. ആ ഒരു ബേസിക് ലെവലിൽ ഓക്കെ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകും തോറും ഇറ്റ് ഇസ് സോ ഹാർഡ് ഫോർ ദം. സ്റ്റിൽ ഇറ്റ് ഇസ് സോ ഹാർഡ് ഫോർ ദം. ഈവൻ ഇൻ ദ വെസ്റ്റേൺ സൊസൈറ്റിയിൽ വരെ ഇറ്റ് ഇസ് സോ ഹാർഡ് ഫോർ ദം. ഈവൻ ഞാൻ ഏറ്റവും വെൽത്തിയസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആണെങ്കിൽ പോലും, ഏറ്റവും വെൽത്തിയസ്റ്റ് ഓഫ് ദ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള വെൽത്തിയസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു പോയിന്റ് വാലിഡേറ്റ് ചെയ്യാനും അവരുടെ പറയുന്ന ഒപ്പീനിയൻസ് റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ ഇന്നത്തെ കാലത്തും
പീപ്പിൾ തിങ്ക് ബിക്കോസ് ഷീസ് എ വുമൺ അങ്ങനെ നിന്നാൽ മതി എന്ന്. അങ്ങനെ എക്സെപ്ഷണൽ കേസസ് ആണ് ഈ വലിയ വലിയ ബിസിനസ് വിമൺ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ CEOs കാണുന്നത്. ബാക്കിയുള്ള ഭൂരിപക്ഷത്തിലും ഈ ഒരു ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് ഐ ഹാവ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ കോർപ്പറേറ്റ്സ്, ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ ബിസിനസ് സൊസൈറ്റീസ്. സോ ഇതൊക്കെ ഒരു ചലഞ്ചിങ് ഫാക്ടർ തന്നെയാണ്. അവരെത്രക്ക് സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞാലും ദ ജേർണി ഹാസ് ബീൻ മച്ച് ഹാർഡർ ഫോർ ദം ദാൻ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഫോർ എ മാൻ. ഒരു ആണിനെ കാട്ടി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 തവണയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാലും മാത്രമേ അവർക്ക് ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. സോ പ്ലീസ് ഡു റെസ്പെക്ട് ആൻഡ് അറ്റ്ലീസ്റ്റ് ബി അക്നോളേജ്. അല്ലെങ്കിൽ അവരെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ മനസ്സിലായി, ഒരു ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അവരൊരു സാധനം നമുക്ക് തരുവാണെങ്കിൽ എന്ത് രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നടക്കും. എസ്പെഷ്യലി ആസ് മെൻ നോക്കി നടക്കും എന്താണ് അവരെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫൈൻഡ് സംതിങ് ആൻഡ് അപ്രിഷ്യേറ്റ് ദം. ബിക്കോസ് still in this 21st society 2025 yearlo I truly believe journey is hard for them. So all these exceptional ladies are there. ഞാൻ ആദ്യമേ വായിച്ച പോലെ അവരൊക്കെ അടിപൊളിയാണ്. അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ I can't imagine the struggles they have been to. പക്ഷേ വളരെ 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 സാധാരണക്കാരായ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരും നമ്മളറിയാവുന്ന ആൾക്കാരും അവരൊക്കെ ഈസ് facing a lot of hurdles അല്ലെങ്കിൽ a lot of struggles on a day-to-day basis. അതിൻ്റെ കൂടെ സേഫ്റ്റി, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അതൊക്കെ വേറെ ഒരു ലെവലാണ്. ഇതൊക്കെ പറയും പെണ്ണിൻ്റെ സൈഡിലല്ലേ കേസ് പവറും പെണ്ണിൻ്റെ സൈഡിലല്ലേ ലോയും, അതൊക്കെ ഒരു ടോട്ടൽ ഡിഫറെൻറ്റ് ടോപ്പിക് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഓബ്വിയസ്ലി ഐ നോ ഫ്യൂ മെൻ ഹാവ് ബീൻ ഹറാസ്ഡ് ഇല്ലീഗലി, കള്ള കേസോ അതും ഇതൊക്കെ. പക്ഷെ അത് ഈ ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും you know what ladies are being subject to even nowadays, the extreme violence of sexual assault and rapes and all that. അത് വെച്ച് നോക്കുമ്പോൾ മറ്റേതൊരു അങ്ങനത്തെ കേസ് ഒരു 1000 ഉണ്ടെങ്കിൽ ഇതൊരു 1-2 കാണുള്ളൂ. ഇത് 1-2 പാടില്ല. അതും പക്ഷേ 1000 കേസും പാടില്ലല്ലോ. സോ ഞാൻ പറഞ്ഞില്ലേ, ഓൾ ഫിസിക്കലി, മെൻ്റലി, സെക്ഷുവലി, സൊസൈറ്റിക്കലി എല്ലാ രീതിയിലും ദേ ആർ ഫേസിങ് ഡേ ടു ഡേ ചലഞ്ചസ് ആണ്. അത് നോർമലൈസ് ചെയ്യപ്പെടുവാണ്. ഇപ്പോൾ അവർ കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ട്, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷുവൽ ഗേസ് കിട്ടിയാൽ അത് ഇഗ്നോർ ചെയ്ത് പോവാണ്. ഇറ്റ് ഈസ് ബീങ് നോർമലൈസ്ഡ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവർ അത് കണ്ടില്ലാന്ന് അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. സോ അത് അവരുടെ സിറ്റുവേഷനിലായാലേ അതവർക്ക് നമുക്ക് എന്താ പറയുന്ന വിൽ ഫീൽ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ബട്ട് ഇതൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരും പറഞ്ഞു കേൾക്കുന്നത്. ബട്ട് അതൊക്കെ അവരുടെ സ്ട്രൈഡിലേക്ക് എടുക്കാൻ പഠിക്കും. ഇപ്പോൾ നമുക്കൊരു വേദന ഉള്ളിലുള്ളപ്പോൾ ആദ്യത്തെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കാണും. പിന്നെ അത് വെച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കില്ല. ഇറ്റ് വിൽ ഫീൽ ലൈക്ക് നോർമൽ. അങ്ങനെയാണ് ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ വിമൺ ആർ ലിവിങ് നൗ ഡേയ്സ്. ദേ എക്സ്പെക്ട്, I mean, they are just taking it in their normal stride, which is not supposed to be normal. So please do appreciate all the women in your life and celebrate all their achievements. Not only the big heroes, heroines ഞാൻ പറയുന്ന ഈ വിമൻ അച്ചീവേഴ്സ് അല്ലാതെ IAS ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന പെൺകുട്ടിയാണെങ്കിലും അത് മാത്രമല്ല അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡോണ്ട് പുൾ ഡൗൺ. ഒരു ഹ്യൂമൻ ബീങ്ങിനെ പുൾ ഡൗൺ ചെയ്യരുത്. പക്ഷേ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പെണ്ണിന് ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രീം സക്സീഡ് ചെയ്യാന്നുള്ളതുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് പുൾ ദം ഡൗൺ. ലെറ്റ്സ് ഓൾ സപ്പോർട്ട് ദം ടുഗെദർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് വുമൻസ് ഡേ. ഒരു കാര്യം കൂടെ പറയാൻ പോയി, ഞാൻ തമ്മിൽ ലെറ്റ്സ് നോട്ട് സെലിബ്രേറ്റ് വുമൻസ് ഡേന്ന് ഇടുന്നത്. ആക്ച്വലി വാട്ട് ഐ മെന്റ് വാസ് ദാറ്റ് അത് ചിലപ്പോൾ വീഡിയോ കണ്ടിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി കാണില്ല. ഐ തിങ്ക് ഇറ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് എ വുമൻസ് ഡേ, ഇറ്റ് ഷുഡ് ബി എ വുമൻസ് അപ്രിസിയേഷൻ ഡേ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ സിംഗിൾ ഡേ. ഇറ്റ് ഷുഡ് ബി എവറി ഡേ. ആൻഡ് ഈ വുമൻസ് ഡേക്ക് മേ ബി സംതിങ് എക്സ്ട്രാ ഓർഡിനറി വീക്കെൻഡ്, ഞാൻ പറഞ്ഞ വാലന്റൈൻസ് ഡേ ഒക്കെ ഒരു ദിവസം ലവ് സ്പെഷ്യലി സെലിബ്രേറ്റ് ചെയ്യാം. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ്സ് ഓൺലി ഡേ യു ക്യാൻ സെലിബ്രേറ്റ് ലവ്. നോ, സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, തെറ്റിദ്ധരിക്കരുത്. സോ വൺസ് അഗെയിൻ ഹാപ്പി വുമൻസ് ഡേ ആൻഡ് ലെറ്റ് എവറി ഡേ ബി എ വുമൻസ് അപ്രിസിയേഷൻ ഡേ.